ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള S24FE എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡീറ്റെയിലിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതിന്റെ സ്പെക്കും അതുപോലെ S24FE എടുക്കണോ, S24 എടുക്കുന്നതാണോ നല്ലത്, S24 Plus എടുക്കുന്നതാണോ എന്നൊക്കെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കാണാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. S24FE ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് Gorilla Glass 5 ആണ്. ഗ്ലാസ് ബോഡിയാണ് വന്നിരിക്കുന്നത്. ഫ്രെയിം വന്നിരിക്കുന്ന അലുമിനിയം ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന Gorilla Glass 5 വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഫ്ലാഗ്ഷിപ്പ് രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. S24FE-ലും S23-നെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഏകദേശം 88.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ കിട്ടുന്നുണ്ട്. S23FE-ല് നമുക്ക് കിട്ടുന്ന 83% ആയിരുന്നു സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അപ്പോൾ അതിലും കുറച്ചും കൂടി ആ ഒരു S23FE-ലുള്ള ആ ഒരു ബെസൽ ഉണ്ടല്ലോ, S23FE എടുക്കാൻ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആ ഒരു ബെസിൽ കാണുമ്പോഴായിരുന്നു. ആ ബെസിൽ കാണുമ്പോൾ തന്നെ ആൾക്കാർ ബാക്കിലോട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ S24FE-ലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെസിൽ കുറച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ മോഡൽ ഫോണുകളെ പോലെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ബെസൽലെസ് ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഏകദേശം 88.8% 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വലിയ കാര്യമായ മാറ്റമൊന്നുമില്ല. ആ ഒരു ഫ്ലാഗ്ഷിപ്പ് രീതിയിലുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേയിൽ യാതൊരു വിഷയം ഇല്ല. നല്ല സൂപ്പർ AMOLED ഡിസ്പ്ലേ, HD attendance ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന 120 Hz റിഫ്രഷ് റേറ്റ്, 1900 nits പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. സൂപ്പർ AMOLED ആണ്. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് ആ ക്വാളിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. അടുത്തായിട്ട് പ്രോസറിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്സിനോസിന്റെ തന്നെ സ്വന്തം പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്സിനോസിന്റെ 2400E എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4nm പ്രോസറാണ് വരുന്നത്. ഇത് 10 കോറുകൾ വരുന്നുണ്ട്. ഇതുവരെയുള്ള നമ്മൾ സ്നാപ്ഡ്രാഗണിന്റെ ഒക്കെ കേട്ടിട്ടുള്ളത് ഒക്ടാ കോർ പ്രോസർ എന്നായിരിക്കും. ഇത് 10 കോറുകൾ വരുന്ന പ്രോസറാണ് വന്നിരിക്കുന്നത്. 3.2 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. ആയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത് ക്യാമറ സെറ്റപ്പ് ആണ്. ക്യാമറ സെറ്റപ്പിലോട്ട് വരികയാണെങ്കിൽ റിയർ സൈഡിൽ എപ്പോഴും ഉള്ള പോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. റിയർ സൈഡിൽ വരുന്നത് മെയിൻ ക്യാമറ 50 MB മെയിൻ ക്യാമറ, 8 MB ടെലിഫോട്ടോ ലെൻസ് അതിൽ 3x ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 12 MB ഒരു അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. സെൽഫി ക്യാമറ വരുന്നത് 10 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു ഫീച്ചറാണ് വരുന്നത്. നൈസ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ Wi-Fi 6E, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.4, അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 4700 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. അതുപോലെ 213 gram വെയിറ്റ് ഒക്കെയാണ് വരുന്നത്. ഇത് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, 6 വർഷത്തെ OS അപ്ഡേറ്റ്, 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അതൊന്നും സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് അത് എന്തായാലും അവർ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിന്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് വരുന്നത് 8GB 256GB പ്രൈസിംഗ് വരുന്നത് 59,999 രൂപ, അതായത് 60,000 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു S24FE പ്രൈസിംഗ് വരുന്നത് ഈ 60,000 രൂപയാണ്. ഈ ഒരു പ്രൈസിന് ഇത് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ തന്നെ S24 ഉണ്ട്, S24 Plus എന്ന് പറയുന്ന മോഡലും ഉണ്ട്. ഇതിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിലെ പ്രോസസ്സർ എപ്സിനോസ് 2400E ആണ്. ബാക്കി രണ്ടെണ്ണത്തിലും, അതായത് S24-ലും S24 Plus-ലും വരുന്നത് 2400 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. രണ്ടും സെയിം പ്രോസസ്സർ തന്നെയാണ്, സെയിം പെർഫോമൻസ് ആണ് വരിക. പിന്നെ വരുന്നത് ക്യാമറയിലുള്ള ഒരു ചെറിയ വ്യത്യാസം. S24FE വരുന്നത് 8 MB ഒപ്റ്റിക്കൽ സെൻസർ ആണെങ്കിൽ S24 Plus വരുന്നത് 10 MB ഒപ്റ്റിക്കൽ സെൻസറും S24-ലും വരുന്നത് 10 MB ആണ്. സോ ക്യാമറ സെറ്റപ്പ് വരുന്നത് ഇങ്ങനെയാണ്. 12 MB അൾട്രാവൈഡ് ആംഗിൾ, 50 MB മെയിൻ ക്യാമറ, 10 MB ഒപ്റ്റിക്കൽ സെൻസറും, അതുപോലെ 12 MB സെൽഫി ക്യാമറയാണ് വരുന്നത് S24-ലും S24 Plus-ലും. സോ ക്യാമറ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലത് S24 അല്ലെങ്കിൽ S24 Plus ആയിരിക്കും നല്ലത്. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. അതുപോലെ S24 Plus-ലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള 6.7 ഇഞ്ച് വരുന്ന QHD+ ഡിസ്പ്ലേ കിട്ടും. അപ്പം ഭയങ്കര അടിപൊളി റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഫോണുകളിലെല്ലാം തന്നെ നമുക്ക് 8K 24 FPS സപ്പോർട്ട് ചെയ്യുന്നതാണ് വീഡിയോ റെക്കോർഡിങ്. അപ്പൊ ഈ ഇത്തരം ഫീച്ചേഴ്സുകളുണ്ട്.
അതുപോലെ S24ലും S24 പ്ലസിലും കിട്ടുന്ന ഒരു ഫീച്ചറാണ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ്. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് നമുക്കറിയാം എന്തായാലും സൗണ്ടുകളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സൗണ്ട് ഫ്രീക്വൻസികളെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിന്റ് ടെക്നോളജിയാണ്. എന്നാൽ S24 FEയിൽ നമുക്ക് കിട്ടുന്നത് വെറും ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ്. അതായത് നമുക്ക് 20,000 രൂപയ്ക്ക് കിട്ടുന്ന ആ ഫോണുകളിലേക്കുള്ള നോർമൽ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് കിട്ടുന്നത്. S24 പ്ലസിലും S24ലുമാണ് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും അതുപോലെ ക്യാമറ ക്വാളിറ്റി ആണെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ ഫീച്ചേഴ്സുകൾക്ക് അനുസരിച്ചുള്ള പ്രൈസിൽ വ്യത്യാസവും വരുന്നുണ്ട്. S24ന് വരുമ്പോൾ ഏകദേശം 65,000 രൂപയോളം പ്രൈസ് വരുന്നുണ്ട്. അതായത് ഒരു 5,000 രൂപയും കൂടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് S24 കിട്ടും. S24 FEനെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് S24. അതുപോലെ തന്നെ 69,000 രൂപ കൊടുക്കുകയാണെങ്കിൽ S24 പ്ലസ് ആണ് കിട്ടുന്നത്. സോ S24 പ്ലസിൽ വരുമ്പോൾ കുറച്ചും കൂടി വലിയ സ്ക്രീൻ ഉണ്ടാവും, ബെസൽ തീരെ ഉണ്ടായിരിക്കില്ല. എനിക്ക് തോന്നുന്നത് S24 FEനെ കഴിഞ്ഞും ബെസൽ കുറവായിരിക്കും S24 പ്ലസിൽ വരുമ്പോൾ. അപ്പൊ ഒരു ബെറ്റർ ഓപ്ഷൻ എന്തായാലും നിങ്ങൾക്ക് ഒരു 5,000 രൂപ കൂടുതൽ കൊടുത്ത് S24 എടുക്കുന്നതോ അല്ലെങ്കിൽ വീണ്ടും ഒരു 5,000 കൂടി കൊടുത്ത് S24 പ്ലസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം S24 FEനെ കഴിഞ്ഞും അതൊരു ബേസ് മോഡൽ എന്ന രീതിയിലാണ് നിൽക്കുക. എല്ലാത്തിലും 256 GB ബേസ് മോഡൽ സ്റ്റോറേജ് ഉണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസ് മോഡലിൽ തന്നെ 256 GB എടുക്കാൻ നോക്കുക. കാരണം ഇല്ലെങ്കിൽ സ്റ്റോറേജ് പെട്ടെന്ന് ഫില്ലായി പോകുന്നതായിരിക്കും. അപ്പൊ ഇത്രയുള്ള ഒരു വീഡിയോ. S24 FEനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം കാണുക. ഉടനെ തന്നെ സെയിലിൽ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ കമ്മിങ് സൂൺ ആണ്. ഉടനെ തന്നെ സെയിലിൽ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതൊരു ഓഫ്ലൈൻ ആയിട്ട് മേടിക്കാവുന്നതാണ് ഈ ഫോണുകളെല്ലാം. ബില്യൺ ഡേയ്സിന് S24 നല്ല ഓഫർ ഉണ്ട്. S24 പ്ലസിനും ഓഫർ ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. S24 FE ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, S24 ആണോ, S24 പ്ലസ് ആണോ എന്നൊക്കെ. അപ്പൊ ഇത്തരം ഫോണുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.